പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ്റെ ഒരു ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കൈനമാറ്റിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷന് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്കത് പുതിയ കാര്യമൊന്നുമല്ല. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. ഏതൊക്കെയാണത്? അത് നോക്കൂ. ഒന്ന്, വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഓർക്കുന്നില്ലേ? ഇത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അതുപോലെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദെൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷനും നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഇവയൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വേഷൻസ് ഓഫ്, അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ്, കൈനമാറ്റിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? ആക്സിലറേഷൻ. എ എന്ന് പറഞ്ഞത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എന്താവണം? ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നത് എന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തിയാണ്. നമുക്ക് ഓരോ ടേമിനെയൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. യു എന്ന് പറഞ്ഞാൽ ശരിക്ക് വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 0 എന്നാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കൽ? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കുക. ഇനീഷ്യൽ വെലോസിറ്റി. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഇതിന് വി നോട്ട് എന്ന സിമ്പലും ഉപയോഗിക്കുന്നത് കാണാം. ഇനീഷ്യൽ വെലോസിറ്റി, തുടങ്ങുന്ന സമയത്തെ വെലോസിറ്റി. തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ടൈം 0 ആവുക എന്നാണ്. ആ സമയത്തെ വെലോസിറ്റിക്കാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കുക. അതിനാണ് നമ്മൾ യു എന്ന് സാധാരണ റെപ്രസെൻ്റ് ചെയ്യൽ. അതിനെ തന്നെയാണ് വി നോട്ട് അല്ലെങ്കിൽ V0 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ യു മനസ്സിലായല്ലോ. ദെൻ വി എന്ന് പറയുന്നത് വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി. അത് ടി, ഈ ടൈം എന്ന് പറഞ്ഞാൽ ഇത് ടൈം എന്നുള്ളതിൻ്റെ ടി, ഇതൊരു ആ ഇൻ്റർവെല്ലിനെ സൂചിപ്പിക്കുന്ന ടി ആണത്. എന്ന് വെച്ചാൽ വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 10 സെക്കൻഡ്സ്. മനസ്സിലായോ? അപ്പോൾ ഈ 10 സെക്കൻഡ് നേരമാണ് ഒരു ബോഡി ആകെ ട്രാവൽ ചെയ്തതെങ്കിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ് എന്ത്? 10th സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വി എന്ന് പറഞ്ഞാൽ ആരാണ്? വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. വി ഈസ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ യു മനസ്സിലായി, വി മനസ്സിലായി. എ നമ്മൾ ഓൾറെഡി പറഞ്ഞതാ ആക്സിലറേഷനാണ്, കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ. കണ്ടോ, നമ്മൾ ഹെഡിങ് തന്നെ കൊടുത്തതാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ കൈനമാറ്റിക് ഇക്വേഷൻസ് എന്നാണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതന്നെ നോക്കൂ. അപ്പോൾ ഇത് ഫൈനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ്. അടുത്ത് നോക്കി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് അല്ല, മറിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സ്മോൾ ലെറ്റർ എസ് ആണ് ശരിക്കത്. ഡിസ്പ്ലേസ്മെൻറ്റ്. എസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇതൊന്നും ബൈഹാർട്ട് ആകാത്ത കുട്ടികൾ ഉണ്ടാകരുത് കേട്ടോ. ഈ ഇക്വേഷനൊക്കെ നമ്മൾ 9th പഠിച്ചാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പുതുതായിട്ട് ഈ ഇക്വേഷൻസൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഡിറൈവ് ചെയ്യും ഇപ്പോൾ. നൗ ദ തേർഡ് ഇക്വേഷൻ നോക്കൂ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എല്ലാം നമ്മൾ പരിചയപ്പെട്ട ടേംസ് ആണുള്ളത്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 4ാമത്തൊരു ഇക്വേഷൻ നമ്മൾ പുതുതായിട്ട് നമ്മളെ വകതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് +1 പഠിക്കാനുള്ളത്. അതിന് നമ്മൾ പറയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് എന്നാണ്. nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഈ ഇക്വേഷൻസ് 3 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. റെഡി അല്ലേ? അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻസ് 3ലേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോവാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വി സിക്കൽ യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. റെഡിയാണല്ലോ? യെസ്. നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്നല്ലേ? അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ എ ഇസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഫൈനൽ വെലോസിറ്റിനെ ഞാൻ വി എന്ന് എഴുതി, ഇനീഷ്യൽ വെലോസിറ്റിനെ യു എന്ന് എഴുതി, അല്ലേ? അപ്പോൾ യു വി ആവാനെടുത്ത ടൈമാണ് ഈ ഡെൽറ്റ ടി. എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ ടൈം ടി മൈനസ് ഇനീഷ്യൽ ടൈം 0. അതായത് 0 ടൈമിലെ വെലോസിറ്റിയാണ് യു, ടി ടൈമിലെ വെലോസിറ്റിയാണ് വി. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ വലിയ എന്തോ സാധനമാണോ? ഒന്നുമില്ല.
ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. അതാണ് ഈ ചെയ്തത്. ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ ആരാ? ടി ആണ്, ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇവിടെ ആരാളുള്ളത്? എ. അപ്പോൾ ഈ ടീനെ ഞാൻ പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്തായി? എ ഇൻറ്റു ടി ഈക്വൽ ടു വി മൈനസ് യു. വിനെ മാത്രം ഇവിടെ നിർത്തുക, ബാക്കിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. മൈനസ് യു ഇവിടെ എത്തുമ്പോൾ എന്താവും? പ്ലസ് യു. പിന്നെ ഓൾറെഡി ഇവിടെ ആരുണ്ട്? എ ടി ഉണ്ട്. അപ്പോൾ ആരാ? ഓക്കെ. അപ്പോൾ വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ കഴിഞ്ഞു. ഇതല്ലേ നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ? വി സി ഈക്വൽ യു പ്ലസ് എ ടി. വളരെ സിമ്പിൾ അല്ലേ? നോക്കൂ, ഇത് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതെന്താണ്? ഇത് ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് ഒറ്റയടിക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന കാര്യം. ഞാൻ പിന്നെ അങ്ങനെ സ്റ്റെപ്പൊക്കെ കൂട്ടി എഴുതിയെന്നുള്ളൂ അല്ലേ? ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എഴുതാവുന്ന ഒരു ഇക്വേഷനാണിത്. വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. അടുത്ത ഇക്വേഷൻ നമുക്ക് എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഓൾറെഡി പരിചയമുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? വി ടി ഗ്രാഫ് നോക്കൂ. ഞാൻ ഇവിടെ ഒരു വി ടി ഗ്രാഫ് വരയ്ക്കാൻ പോവാം. വി ടി ഗ്രാഫ്, കാരണം വി ടി ഗ്രാഫ് വരയ്ക്കുന്നത് എനിക്ക് വേണ്ട ഡിസ്പ്ലേസ്മെൻറ്റാണ്. വി ടി ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടെത്തുക? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എങ്ങനെ കണ്ടെത്തുക? വി ടി ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ വി ടി ഗ്രാഫാണെന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ നോക്കൂ, ഞാനിവിടെ ഒരു വി ടി ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഞാൻ വരയ്ക്കുന്ന വി ടി ഗ്രാഫ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരയ്ക്കുന്ന വി ടി ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. കണ്ടോ? ഇതാണ് ഞാൻ വരച്ച വി ടി ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്, യൂണിഫോം. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് അവിടെ കണ്ടോ? കോൺസ്റ്റൻറ്റ് സ്ലോപ്പ്. അവിടെയൊക്കെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് സ്ലോപ്പ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇനി നോക്കൂ, ഇവിടെ ഈ ഇനീഷ്യൽ വെലോസിറ്റിനെ ഞാൻ യു എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ടൈം 0 ആയ സമയത്ത് വെലോസിറ്റി. ആകെ ഇത് ട്രാവൽ ചെയ്ത ഈ ടൈം ഇൻ്റർവെല്ല്, അതിനെ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ടി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ എനിക്ക് ആകെയുള്ള ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് കാണണം. അപ്പോൾ മൊത്തം ഏരിയ കാണുന്നത് നോക്കൂ, ഞാനിങ്ങനെ 2 പോർഷനാക്കിയിട്ട് മാറ്റി ഇതിനെ. കണ്ടോ? 2 പോർഷൻ. ഈ പോർഷൻ്റെ ഏരിയ കാണാം, ദെൻ ഈ പോർഷൻ്റെ ഏരിയ കാണാം. എന്നാൽ നമുക്ക് ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് കിട്ടി, നമുക്ക് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. കാണട്ടെ, നോക്കൂ. നമുക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ 2 പോർഷൻ അല്ലേ? അപ്പോൾ നോക്കൂ, ഞാനിത് ഈ റെക്റ്റാങ്കിൾ ആദ്യം കാണാൻ പോവാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ നോക്കും? ഇവിടെ നോക്കൂ, ഈ ദിസ് ലെങ്ത് ഇത് എത്ര? യു മൈനസ് 0. യു മൈനസ് 0 ഇൻറ്റു ഇതെത്ര? ടി മൈനസ് 0 പ്ലസ്, ഇനി നോക്കൂ ഈ ഏരിയ ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇത് ടി ആണല്ലേ? ടി മൈനസ് 0 അല്ലേ? ഈ ലെങ്ത്ത്, ബേസ് ലെങ്ത്ത് ടി മൈനസ് 0. ഈ ഹൈറ്റ് ഇത് ടി ടൈമിലെ വെലോസിറ്റിയാണ്. ടി ടൈമിലെ വെലോസിറ്റി നോക്കൂ, ഇവിടെ ഫൈനൽ വെലോസിറ്റി ഇത് വി. ദ ടി ടൈമിലെ വെലോസിറ്റി കണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവുക? വി മൈനസ് യു. വി മൈനസ് യു ഇൻറ്റു ഇതെത്രയാണ്? ടി മൈനസ് 0. ടി മൈനസ് 0. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു ഇവിടെ യു മൈനസ് 0 ഇൻറ്റു ടി മൈനസ് 0 യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി. ഇതാണല്ലോ കിട്ടിയത്. ഇത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയാലും മതി. അതെന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടി എന്ന് എഴുതി. അപ്പോൾ ഈ ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എ ടി is equal to വി മൈനസ് യു. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത സാധനമാണ്. അപ്പോൾ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ആരാണ്? എ ടി ആണ്. വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ഇതാരാണ്? ദിസ് ഈസ് എ ടി. അപ്പോൾ ഈ എ ടി നിങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ദ ഫൈനൽ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ഇൻറ്റു ടി, എ ടി സ്ക്വയർ, ഹാഫ് എ ടി സ്ക്വയർ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? നോക്കൂ, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ.
നമ്മുടെ ആ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഓവർ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തേർഡ് ഇക്വേഷൻ. എന്താ നമ്മളെ തേർഡ് ഇക്വേഷൻ? തേർഡ് ഇക്വേഷൻ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ അതിനെ നോക്കൂ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു ഇക്വേഷൻ ആണല്ലോ വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ. ഞാൻ ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്യാൻ പോവാം. ഓൺ സ്ക്വയറിങ് ഈ ഇക്വേഷൻ നമുക്ക് രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? വി സ്ക്വയർ ഈക്വൽ ടു യു പ്ലസ് എ ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് എ പ്ലസ് അല്ലേ, ഇവിടെ നമുക്ക് ഓരോന്നിനും ഇങ്ങനെ സ്ക്വയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊരു അഡീഷൻ അല്ലേ, ഒരു രണ്ട് ടേമാണ്. അപ്പോൾ മൊത്തത്തിൽ വേണം സ്ക്വയർ ചെയ്യാൻ. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലല്ലേ അത്. അപ്പോൾ ഇങ്ങനെ യു സ്ക്വയർ പ്ലസ് 2u ഇൻറ്റു എ ടി പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട് എന്ത്, യു സ്ക്വയർ പ്ലസ് 2as ആണല്ലോ വേണ്ടത്. അപ്പോൾ യു സ്ക്വയർ ഓൾറെഡി ഇവിടെ ഉണ്ട് പ്ലസ് 2a. ഇത് മൊത്തത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, 2a പുറത്തെടുക്കുക. 2a പുറത്തെടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടേം പറഞ്ഞാൽ അത്രയും ഭാഗമാണ് ഉണ്ടോ, ഇത്രയാണ് ഫസ്റ്റ് ടേം. ഇതിൽ 2 ഉണ്ട്, എ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരാളുള്ളത്, യു ടി ആണുള്ളത്. പ്ലസ് ഇതിൽ പുറത്തെടുത്ത 2a പുറത്തെടുക്കുന്നത്. പക്ഷേ ഇതിൽ 2 ഉണ്ടോ പുറത്തെടുക്കാൻ? ഇല്ലാത്ത 2 നമ്മൾ പുറത്തെടുത്ത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണല്ലോ ഈ 2 ഇൻറ്റു ഹാഫ് 2 ക്യാൻസൽ ചെയ്ത് പോവുക. പിന്നെ ഒരു നമ്മളിവിടെ പുറത്തെടുത്തിട്ടുണ്ട്, അത് ഇവിടെ എ ഉണ്ട്. പിന്നെ ബാക്കി ഇവിടെ എത്ര ഉള്ളത്, ഒരു ബാക്കി, പിന്നെ ടി സ്ക്വയർ. സംശയം ആർക്കെങ്കിലും പുറത്തെടുത്തതിലുണ്ടെങ്കിൽ ഈ 2a കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2a ഇൻറ്റു യു ടി, അപ്പോൾ 2a യു ടി. അപ്പോൾ ഈ ടേം റെഡിയായി. ഇനി ഈ 2a കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2a ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ 2 ക്യാൻസൽ ചെയ്ത് പിന്നെ എ ഇൻറ്റു എ സ്ക്വയർ ടി സ്ക്വയർ. അതോ കറക്റ്റാണ്. ഇനി ഈ ബ്രാക്കറ്റിലുള്ള ആരാ നോക്ക്, ആരാത്, എസ് ഇസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. Therefore, finally you will get v square equal to u square plus 2as. നമുക്ക് തേർഡ് ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? എല്ലാവർക്കും വ്യക്തമല്ലേ? ആണല്ലോ. യെസ്. അപ്പം നോക്കൂ, 3 ഇക്വേഷൻ ഏതൊക്കെ നമ്മളെ 3 ഇക്വേഷൻസ്? 3 ഇക്വേഷൻസ് ഇനി ബൈഹാർട്ടിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവരുത്. നമ്മുടെ 3 ഇക്വേഷൻ, ഒന്ന് വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി, ദെൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ദെൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇക്വേഷൻ ബൈഹാർട്ടായിരിക്കണം. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. പിന്നെ ഇക്വേഷൻസ് ആർ അപ്ലിക്കബിൾ ഓൺലി ആൻഡ് ഓൺലി വെൻ ആക്സിലറേഷൻ എന്താകുമ്പോഴേ പറ്റുള്ളൂ. ആക്സിലറേഷൻ ഈസ് യൂണിഫോം ഓർ കോൺസ്റ്റൻറ്റ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ കഴിയൂ എന്നത് നിങ്ങൾ മറന്നു പോകരുത്. മനസ്സിലായല്ലോ? അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, അതിൻ്റെ അടുത്ത ഭാഗത്തേക്കാണ് നമുക്ക് നീങ്ങാനുള്ളത്. അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡാണ്. ഞാൻ പറഞ്ഞല്ലോ 3 ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. 3 നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഫോർത്ത് ഇക്വേഷനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് നമ്മൾ പറയുക ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് എന്നാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടീത്ത് സെക്കൻഡ്, ടി സ്മോൾ ലെറ്റർ ടി, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടി സെക്കൻഡ്സ് ആണ് നമ്മൾ ഏത് ഇക്വേഷനിൽ ഉണ്ടാക്കിയത്, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതെന്താ ഇക്വേഷന്? ടി സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഉദാഹരണത്തിന്, suppose you are asked to calculate the displacement in 3 seconds. 3 സെക്കൻഡുകളിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണാൻ ആവശ്യപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്നാൽ നമ്മളോട് ചോദിക്കുന്നത് 3-ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ് പറഞ്ഞതെന്ന് കരുതുക. 3-ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ പറ്റില്ല. കാരണം 3-ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് 1 സെക്കൻഡ് ഉള്ളൂ അല്ലേ. 3-ാമത്തെ സെക്കൻഡ്, 2-ാമത്തെ സെക്കൻഡ് അവസാനിച്ചിട്ടാണ് 3-ാമത്തെ സെക്കൻഡ് തുടങ്ങുക.
നാലാമത്തെ സെക്കൻഡ് തുടങ്ങുന്നതോടുകൂടി മൂന്നാമത്തെ സെക്കൻഡ് തീർന്നു. അപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെയും സെക്കൻഡിൻ്റെ ഇടയിലുള്ള ടൈമാണ് തേർഡ് സെക്കൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ഇപ്പോൾ തേർഡ് സെക്കൻഡിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ 7th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഇക്വേഷൻ 7th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ഇത് തരിക, ഇത് 7 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റാണ് തരിക. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കാം, നോക്കൂ. ഫൈനൽ പൊസിഷൻ എക്സ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എക്സ് നോട്ട്, ഓക്കെ, ഈക്വൽ ടു, മനസ്സിലായല്ലോ? ഇത് കുഴപ്പമില്ല എല്ലാവർക്കും? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ ഞാൻ ഈ ടീക്കാണ് ഞാൻ ഇവിടെ എൻ കൊടുത്ത്. അപ്പോൾ nth സെക്കൻഡിലെ പൊസിഷൻ കണ്ടോ, എക്സ് എൻ മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ആരാ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മനസ്സിലായി? ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഒന്നുമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയല്ലേ? അവസാനത്തെ പൊസിഷൻ മൈനസ് ആദ്യത്തെ പൊസിഷൻ. അപ്പോൾ ഉണ്ടോ ടി is equal to nth സെക്കൻഡ് മൈനസ് ടി is equal to 0. അതാണ് ഈ റെപ്രസെൻ്റ് ചെയ്തത്. ആർക്കും വിഷമമില്ലല്ലോ? ഓക്കെ. ഇനി നോക്കൂ. അപ്പോൾ ഫൈനൽ പൊസിഷൻ കാണുന്നത് എങ്ങനെ? എക്സ് നോട്ട് പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? മൈനസ് എക്സ് നോട്ടിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ നിൽക്കട്ടെ. ഇനി നോക്കൂ, ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത്. നമുക്ക് യൂണിഫോം ആക്സലറേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഫ്രീലി ഫാളിങ് ബോഡി. ഒരു ബോഡീനെ ഒരു ഹൈറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, ഇടുക. അപ്പോൾ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ആക്സലറേഷൻ എന്താണ്? യൂണിഫോമാണ്. ആക്സലറേഷൻ യൂണിഫോമാണ്. അപ്പോൾ താഴേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ശരിക്കും 0. അപ്പോൾ തൊട്ട് ഒരു സെക്കൻഡ് കൊണ്ട് അത് ഇവിടെ എത്തിന്ന് ഇരിക്കുക. പക്ഷേ അടുത്ത സെക്കൻഡ് നോക്കൂ, അത്ര ദൂരമാണോ ട്രാവൽ ചെയ്യുക? അല്ല, അത് കൂടുതൽ ട്രാവൽ ചെയ്യും. പിന്നെ നോക്കൂ, അത് വീണ്ടും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഓക്കെ. അപ്പോൾ സപ്പോസ് അത് നോക്കൂ ഇവിടെ എത്തിയെന്ന് കരുതുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ടി is equal to 0 ആണ്. ഇതോ ടി is equal to 1 സെക്കൻഡ്. ഇത് ടി is equal to 2 സെക്കൻഡ്. ഇത് ടി is equal to 3 സെക്കൻഡ്. അത് അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞത്. 0 സെക്കൻഡ് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഒന്നാമത്തെ സെക്കൻഡ് അവസാനിച്ചു. ഇതാണ് രണ്ടാമത്തെ സെക്കൻഡ്. ഇതോ ഇത് മൂന്നാമത്തെ സെക്കൻഡാണ്. അപ്പോൾ തേർഡ് സെക്കൻഡിലെ പിന്നെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇതാണ് തേർഡ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. കണ്ടോ? അപ്പോൾ തേർഡ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കാണാൻ ശരിക്കും എന്താ ചെയ്യേണ്ടത്? തേർഡ് സെക്കൻഡിലെ പൊസിഷനിന്ന്, തേർഡ് സെക്കൻഡിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ളതാണ് തേർഡ് സെക്കൻഡിലെ പൊസിഷൻ. ഇതാണെന്ത്? സെക്കൻഡിലെ പൊസിഷൻ x2. അപ്പോൾ തേർഡ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞത് S3 ആണ്. S3 അത് കാണാൻ എന്തുണ്ട്? x3 മൈനസ് x2. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്നുകൂടി കേൾക്കുക. ഇപ്പോൾ പറഞ്ഞത് തേർഡ് സെക്കൻഡിൽ ഉള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത്രയുമാണ്. അത് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? തേർഡ് സെക്കൻഡിലെ പൊസിഷനാണ് ഈ x3. അത് നോക്കി, ഈ മൊത്തം ഇത്രയാണ് തേർഡ് സെക്കൻഡിലെ പൊസിഷൻ പറയാം. സെക്കൻഡിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, അത് ഇത്രയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ജനറലി നമ്മൾ എങ്ങനെ അത് പറയാം? ജനറലി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്, ഒരു തേർഡ് മാത്രമല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? nth സെക്കൻഡിലെ പൊസിഷൻ മൈനസ് n-1th സെക്കൻഡിലെ പൊസിഷൻ. മനസ്സിലായോ? ഓക്കെ. ഇതുവരെ ഉള്ളത് നിങ്ങൾ ശരിക്കും ഒന്നുകൂടെ മനസ്സിലാക്കുക. കാരണം ഞാൻ ഇത് മായ്ക്കാൻ പോവാണ്. ഓക്കെ. യെസ്, ഇത് ഞാൻ വായിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളത് ശരിക്കും മനസ്സിലായെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ അത് വീണ്ടും അത് കണ്ട് അത് മനസ്സിലാക്കുക. കാരണം ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളെ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. മനസ്സിലായല്ലോ? യെസ്, നോക്കാം. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. എക്സ് എൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. നേരെ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് നോട്ട് പ്ലസ് യു ടി പ്ലസ് ഈ എൻ എന്ന് പറഞ്ഞാൽ ഈ ടൈമിനാണ് എൻ ആക്കി എടുത്തത്. അപ്പോൾ യു ടിയിലൊടുത്ത് എൻ കൊടുത്ത് പ്ലസ് ഹാഫ് എ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, മൈനസ് എക്സ് n-1. അപ്പോൾ ഇതേ ഇക്വേഷനിൽ ടി ഉള്ളടുത്ത് n-1 കൊടുക്കുക. അപ്പോൾ എക്സ് നോട്ട്
പ്ലസ് യു ഇൻറ്റു എൻ മൈനസ് 1 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എൻ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? യെസ്. ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സ് നോട്ട് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് നോട്ട് ഇതാ കണ്ടോ, ഈ മൈനസ് ഉള്ളിൽ കയറുമ്പോൾ ഇയാൾ എക്സ് നോട്ട് അത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, യെസ്, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു യു എൻ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഈ മൈനസ് ഇവിടെ ഉണ്ട്, ഇത് ബ്രാക്കറ്റിനെ ആദ്യം ഒഴിവാക്കാൻ പോവാണ്. അപ്പോൾ യു എൻ മൈനസ് യു പ്ലസ് ഹാഫ് എ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എൻ സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വീണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാനായി. ഇവിടെ യു എൻ ഉണ്ട് പ്ലസ് യു എൻ, ഇവിടെ നമുക്ക് മൈനസ് ഇൻറ്റു യു എൻ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളതിന് നമുക്ക് വീണ്ടും ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ ഇനി ബാക്കിയുള്ളത് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്, മൈനസ് ഒഴിവാക്കട്ടെ, ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഇതെന്തായി പ്ലസ് യു. ഇനി ഈ മൈനസ് ഇൻറ്റു ഇവിടുത്തെ ആദ്യത്തെ ടേം, അപ്പോൾ ഇവിടെ മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ. അടുത്ത ടേം നോക്കും, ഇവിടെ മൈനസാണ്, അപ്പോൾ ഈ ഹാഫ് എ ഇൻറ്റു 2n 2 ക്യാൻസൽ ചെയ്ത്, അപ്പോൾ മൈനസ് എ എൻ എന്ന് വന്നു. ഇവിടെ മൈനസ് എ എന്നും പിന്നെ ഈ മൈനസും, അപ്പം മൈനസിന് മൈനസ് പ്ലസ് എ എൻ ആയി. അടുത്ത് നോക്കൂ, ഹാഫ് എ ഇൻറ്റു 1, അപ്പോൾ ഹാഫ് എ പിന്നെ പുറത്ത് മൈനസ്, അപ്പം മൈനസ് ഹാഫ് എ അതിൽ തന്നെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഹാഫ് എ എൻ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ ഉണ്ട്. ക്യാൻസൽ ചെയ്താൽ ബാക്കി നോക്കുക, നമുക്ക് ഇവിടെ ഉള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് എസ് എൻ ഇസ് ഈക്വൽ ടു എന്തൊക്കെയുള്ളത്, ആ ഒരുമിച്ച് ചെയ്താൽ ഒരു യു ഇവിടെ ഉണ്ട്, പ്ലസ് എ എൻ ഉണ്ട്, ഒരു മൈനസ് ഹാഫ് എ. നമ്മുടെ ആൻസറായി, പക്ഷെ ഒന്ന് സ്റ്റൈലാക്കി എഴുതുക, അത്രേ ഉള്ളൂ, ഓർക്കാൻ സൗകര്യമല്ല. അപ്പോൾ യു പ്ലസ് ഞാൻ ഈ ഹാഫ് എനെ ഇതിൽ നിന്ന് ഇത്രയും ഭാഗത്തു നിന്ന് ഹാഫ് എനെ പുറത്ത് എടുക്കുക. ഇവിടെ ഹാഫ് എനെ പുറത്ത് എടുക്കാൻ ഹാഫ് ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇല്ലാത്ത ഹാഫിനെ പുറത്തെടുത്തു, അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ എനെ പുറത്തെടുത്തു, പിന്നെ ഉള്ളത് എൻ മൈനസ് ഈ ഫുൾ ഹാഫ് എനെ ഇതിൽ നിന്ന് പുറത്തെടുത്ത്, അപ്പോൾ 1. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n മൈനസ് 1 മനസ്സിലായോ? ഇതാണ് നമ്മുടെ എന്തിനുള്ള ഇക്വേഷന്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡിൻ്റെ ഇക്വേഷൻ. അത് അപ്പോൾ മറക്കരുത്, എസ് എൻ ഈസ് ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n മൈനസ് 1 ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡിൻ്റെ ഇക്വേഷനായി. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫൈനൽ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം, അതിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നന്നായിട്ട് പഠിക്കുക, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കണം. അത് ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, പിന്നെ നമ്മൾ വി ബാർ, അതാണ് ബേസിക് ഇക്വേഷൻ. വി ബാർ ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 ബൈ 2 പഠിച്ചിട്ടുണ്ട്. വി ബാർ ഈസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ഒക്കെ വ്യത്യസ്ത സന്ദർഭത്തിലാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്നത്. ഇനി ഞാൻ പുതിയ ഒരു ആവറേജ് വെലോസിറ്റി ഇക്വേഷനാണ് പറഞ്ഞത്. പക്ഷേ ഈ ഇതൊക്കെ സന്ദർഭം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ആവുക, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആവുക, ആ സന്ദർഭത്തിലൊക്കെയാണ്. ഞാൻ ഇനി തരാൻ പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആവുന്ന സമയത്ത്, യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ ആവറേജ് വെലോസിറ്റി, ഇത് വളരെ നമ്മൾ നേരത്തെ എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് ഐ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തല്ലോ. ആ ഡെറിവേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇക്വേഷനിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഇക്വേഷനിലേക്ക് എത്താം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ വി ബാർ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ 2. ഇതാണ് ആ ഇക്വേഷൻ.
അപ്പോൾ അത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് ആക്സിലറേഷൻ യൂണിഫോം ആകുന്ന സമയത്ത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇഫ് ദ ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ദെൻ ആവറേജ് വെലോസിറ്റി ഈസ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. ഏത് ഇൻ്റർവെല്ലിൽ ആവറേജ് വെലോസിറ്റി ആണോ കാണേണ്ടത് ആ ഇൻ്റർവെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി പ്ലസ് ആ ഇൻ്റർവെല്ലിൽ അവസാനിക്കുന്ന സമയത്ത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് മുതൽ പറയുകയാണെങ്കിൽ 0 പ്ലസ് റെസ്റ്റിലെ വെലോസിറ്റി 0 ആണല്ലോ. അങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് ആൻസർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിലുള്ളത്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകാം. അതോടൊപ്പം തന്നെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ് നമുക്കിതിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ഫിനിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം ഈ ടോപ്പിക്ക്. ഓക്കെ, താങ്ക് യു.